അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഒരു ചെറിയ വചനചിന്ത നിങ്ങളോട് പങ്കുവച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവരാണ്. ലോകം നമുക്ക് തരുന്ന എല്ലാ സന്തോഷത്തിനകത്തും ശരിക്കും ഒരു അടിമത്തമുണ്ട്. മദ്യം കുടിക്കുന്നവർ ആദ്യം സന്തോഷത്തോടെയാണ് അത് കുടിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ മദ്യം കുടിക്കുമ്പം വലിയ സന്തോഷം തോന്നിയാലും പിന്നത്തേതിൽ ആ മദ്യത്തിന് അടിമയായി മാറും. അവിടെ ഒരു അടിമത്തം ഉണ്ടാകും. പുകവലിയാണെങ്കിലും തുടങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കും തുടങ്ങുന്നത്, പക്ഷെ പിന്നത്തേതിൽ അതൊരു അടിമത്തമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങളാണെങ്കിലും പണമാണെങ്കിലും എല്ലാത്തിനും മനുഷ്യനെ ഒതുക്കുവാൻ, കീഴ്പ്പെടുത്തുവാനുള്ള ഒരു ശക്തിയുണ്ട്. ഈ ലോകത്തിലെ മറ്റെന്തിന് കീഴ്പ്പെട്ടു പോയാലും അതിനൊന്നും യഥാർത്ഥ സമാധാനം, യഥാർത്ഥ സന്തോഷം തരാൻ ഒരിക്കലും കഴിയത്തില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാൻ, തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് അത് അനുസരിച്ച് ജീവിക്കുന്നതാണ് ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് എന്ത് വസ്ത്രവും ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫീസിലെ യൂണിഫോം ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ധരിക്കേണ്ടി വരും. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ റൂൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ അവിടെ ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുസരണത്തിനകത്താണ് വെളിപ്പെട്ടു വരുന്നത്. സ്കൂളിൻ്റെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു പൗരന് ആ രാജ്യത്ത് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ അനുസരണത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടും. അടിമക്കച്ചവടം നിലനിന്നിരുന്ന കാലത്ത് നടന്ന ഒരു കഥ ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ധനികനായ ഒരു മനുഷ്യൻ അടിമച്ചന്തയിൽ ചെന്ന് ഒരടിമയെ വിലയ്ക്ക് വാങ്ങി. ആ അടിമയെ വീട്ടിൽ കൊണ്ടുപോയി. അടിമയ്ക്ക് പ്രത്യേക ഭക്ഷണമൊന്നുമില്ല. ആ വീട്ടിലുള്ളവർ കഴിക്കുന്ന അതേ ആഹാരം തന്നെ മാന്യമായ രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തു. നല്ല വസ്ത്രധാരണം ചെയ്യുന്നതിനും സുഖമായി കിടന്നുറങ്ങുന്നതിനുമുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. തൻ്റെ മക്കളെ കരുതുന്നത് പോലെ ആ യജമാനൻ ഈ അടിമയെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു. തൻ്റെ യജമാനത്തെയും ആ അടിമ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. 3 വർഷം വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഒക്കെ ആ അടിമ ആ ഭവനത്തിൽ കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ യജമാനൻ അടിമയെ വിളിച്ച് തൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇനി മേലാൽ നീ എൻ്റെ അടിമയല്ല. ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും നിനക്ക് പോകാം. അടിമ അല്പനേരം മൗനമായി നിന്ന ശേഷം നിറകണ്ണുകളോടെ ഇങ്ങനെ മറുപടി പറഞ്ഞു, യജമാനൻ തരാമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തെക്കാൾ അങ്ങയുടെ കൂടെയുള്ള അടിമത്തമാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ സുരക്ഷിതത്വം. ഈ അടിമത്തത്തിൽ കൂടെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം വേറെ എവിടെ പോയാലും, വേറെ എവിടെ നിന്നും എനിക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടിമയായി തന്നെ വസിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ വിലമതിക്കാനാവാത്ത ഒരു സ്വാതന്ത്ര്യമാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു അടിമത്തത്തിലും കുടുങ്ങിപ്പോകാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അടിമ മുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. നമുക്കൊരുമിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും അടിമ നുഖത്തിനകത്ത്
അങ്ങയുടെ മക്കൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്ന്